എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിൻഡോ ബ്ലൈൻഡ്സ് നമുക്ക് റൂം പാർട്ടീഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ പാർട്ടീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പല വീടുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ പാർട്ടീഷൻ ആക്കാൻ, ഡൈനിങ്ങിന് ജസ്റ്റ് ഡൈനിങ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഓഫീസിലൊക്കെ ഞാൻ ഒരു ഓഫീസിൽ ചെയ്തിട്ടുണ്ടോ, അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് വരെ ബാത്റൂമിൻ്റെ ഡോറ് വരെ വ്യൂ ആണ്. അപ്പോൾ ആ ബാത്റൂമിലേക്ക് ആരെങ്കിലും പോകുന്നതും എപ്പോഴും വിസിറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അത് കാണാതിരിക്കാനും ഒരു പ്രൈവസി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോളർ ബ്ലൈൻഡ്സ് ഇതുപോലെ AC കട്ട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? ബാക്കിയുള്ള ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ് ഒക്കെ ചെയ്യാമോ എന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. റോമൻ ബ്ലൈൻഡ്സ് ചെയ്യാം, PVC ബ്ലൈൻഡ്സ് ചെയ്യാൻ പറ്റും, പിന്നെ വുഡൻ ബ്ലൈൻഡ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അധികം ലെങ്ത്തും ഹൈറ്റും വന്നതിനെ ഭയങ്കര ഹെവി ആവും ബ്ലൈൻഡ്, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും യൂസ് ചെയ്യാൻ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ റോളർ ബ്ലൈൻഡ് ആണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ വീട് മൊത്തം സീബ്ര ബ്ലൈൻഡ്സ് ചെയ്തു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു മുറിയിൽ തന്നെ 2 ജനൽ നമ്മൾ ഓൾറെഡി സീബ്ര ബ്ലൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്രൈവസി മതി. പിന്നെ അപ്പോൾ എല്ലാം തമ്മിലൊന്ന് ഇൻറ്റീരിയറൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ചെയ്താലും മതിയാകും. സീബ്ര ബ്ലൈൻഡ്സ് വെച്ചാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക. കാരണം ഒരുപാട് വിഡ്ത്തും ഒരുപാട് ഹൈറ്റും ഉണ്ടായി കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി സീബ്ര ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ വെൽ മെയ്ഡ് അല്ലാത്ത സീബ്ര ബ്ലൈൻഡ്സിന് ഹാങ്ങിങ് ഉണ്ടാവും. അത് ക്വാളിറ്റി ഉള്ളതിലും വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഫുൾ പ്രൈസിലുള്ളതിലും ഹാങ്ങിങ് ഉണ്ടാവും. അത് നമുക്ക് കുറേയെല്ലാം നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ റെഡിയാക്കാം. പക്ഷേ ആ ഒരു നടുക്ക്, കാരണം അത് ലോഡ് ക്യാരി ആവാത്തതുകൊണ്ടാണ് ആ ഒരു ഹാങ്ങിങ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ ഹാങ്ങിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ളൊരു ലെങ്ത് ആണോ എന്ന് നോക്കാം. പിന്നെ റോളർ ബ്ലൈൻഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. റോളർ ബ്ലൈൻഡ്സിന് അങ്ങനത്തെ ഒരു ഹാങ്ങിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. താഴെ ഒരു ഹെവി ബോട്ടം കൂടി ആണെങ്കിൽ റോളർ ബ്ലൈൻഡ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ അവിടെ കിടക്കും. സീബ്ര ബ്ലൈൻഡ്സും കിടക്കും. ജസ്റ്റ് ഈ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് വളരെ കുറവായിട്ടാണ് അത് വരുന്നത്. വന്നാലും ഒരു പരിധിവരെ നമുക്കത് മാറ്റാനും പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന 2 ഓപ്ഷൻസ്. പിന്നെ നമ്മൾ അറിയാലോ, നമുക്കിത് ഈ സീബ്ര ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ റോളർ ബ്ലൈൻഡ്സ് പാർട്ടീഷനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം, നമുക്ക് പാർട്ടീഷൻ ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ഫുള്ളായിട്ട് റോളപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ത്രെഡ് ഉണ്ടാകുമല്ലോ, ആ ത്രെഡ് സാധാരണ വന്നത് 120 സെൻറ്റിമീറ്ററിലായിരിക്കും അതിൻ്റെ വരിക. അപ്പോൾ നമ്മൾ സീലിങ്ങിലാണ് ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ 120 വെച്ച് നമുക്ക് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ത്രെഡ് നമുക്ക് ഇത്തിരി ലെങ്ത്ത് കൂട്ടിയിടാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കൂട്ടിയിട്ടാൽ മതി. അങ്ങനെയാവുന്ന സമയത്ത് പിന്നെ ഒരു വാളിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ആ ത്രെഡ് അവിടെ കിടന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതല്ലെങ്കിൽ നമുക്ക് റിമോട്ട് കൺട്രോൾഡ് ഓപ്ഷൻ പോലെ ചെയ്യാം. ഇപ്പോൾ കൈ എത്താത്ത സ്റ്റെയറുള്ള ഏരിയ, പിന്നെ ഇതുപോലെ പാർട്ടീഷൻ മുകളിലേക്ക് ഉയർത്തേണ്ട സ്ഥലം, അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ റിമോട്ട് കൺട്രോൾഡ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് വിത്ത് റിമോട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഈ റോളർ ബ്ലൈൻഡ്സ്, സീബ്ര അല്ല, റോളർ ബ്ലൈൻഡ്സ് തന്നെ പ്രൊജക്ടർ സ്ക്രീനായിട്ട് ഉപയോഗിക്കാം. ഏകദേശം സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടിനും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് സൈറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊജക്ടർ സ്ക്രീനായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ചെയിൻ മെക്കാനിസം ഉള്ള രീതിയിലും ഇടാം, അല്ലെങ്കിൽ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ഇടാം. ഇനി ഫുൾ സീലിങ്ങിനുള്ളിലേക്ക് ഈ പെൽമെറ്റ് എല്ലാം സീലിങ്ങിനുള്ളിൽ പോയിട്ട് മെറ്റീരിയൽ മാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഗ്രൂവ്, ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിലൂടെ ബ്ലൈൻഡ്സ് താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കാണത്തില്ല, ജസ്റ്റ് സ്ക്രീൻ മാത്രം താഴേക്ക് വരുന്നുണ്ടാവുള്ളൂ. അങ്ങനത്തെ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ടീഷൻ ചെയ്യാം. പാർട്ടീഷൻ ചെയ്താൽ നല്ലതാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർട്ടീഷൻ ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.